ജനകീയൻ, സൗമ്യൻ, വയനാടിൻ്റെ സ്വന്തം കേളുവേട്ടൻ. നിയുക്ത മന്ത്രി OR കേളുവിനെ ചുരുക്കത്തിൽ ഇങ്ങനെ വിശേഷിപ്പിക്കാം. വയനാട്ടുകാർ ആവേശത്തിലാണ്. നാടിനെ അറിയുന്ന കേളുവേട്ടനാണ് മന്ത്രി കസേരയിലെത്തിയത്. 100 പ്രശ്നങ്ങളുണ്ട് വയനാട്ടുകാർക്ക്. അതൊക്കെ കൃത്യമായി അറിയാം കേളുവേട്ടന്. എല്ലാം കണ്ടറിഞ്ഞ് കേളുവേട്ടൻ ചെയ്തോളുമെന്ന് വയനാട്ടുകാർക്ക് നന്നായി അറിയാം. ആദ്യമായാണ് CPM വയനാട്ടിൽ നിന്നൊരു നേതാവിനെ മന്ത്രിയാക്കുന്നത്. മാത്രമല്ല CPMൽ നിന്ന് ആദ്യമായി മന്ത്രിയാകുന്ന ആദിവാസി വിഭാഗത്തിൽ നിന്നുള്ള നേതാവുമാണ് OR കേളു. താഴെത്തട്ട് മുതൽ പ്രവർത്തിച്ചാണ് OR കേളു എന്ന സാധാരണക്കാരൻ മന്ത്രിപദത്തിൽ വരെ എത്തിയത്. എല്ലുമുറിയെ പണിയെടുത്തതിൻ്റെ കരുത്തുണ്ട് കേളുവേട്ടൻ്റെ പ്രവർത്തനങ്ങൾക്ക്. മരക്കൂപ്പിലെ പണിയും കൃഷിപ്പണിയും ഒക്കെ ചെയ്തിട്ടുണ്ട്. 3 തവണ തിരുനെല്ലി പഞ്ചായത്തിലേക്ക് വിജയിച്ചിട്ടുണ്ട് അദ്ദേഹം. 10 വർഷത്തോളം പഞ്ചായത്ത് പ്രസിഡന്റായിരുന്നു. 1 തവണ മാനന്തവാടി ബ്ലോക്ക് പഞ്ചായത്തിലേക്കും വിജയിച്ചു. 2016 നിയമസഭയിലേക്ക് കന്നി അംഗം മുൻ മന്ത്രി PK ജയലക്ഷ്മിയെ പരാജയപ്പെടുത്തി നിയമസഭയിലെത്തി. 2021 ജയലക്ഷ്മിയെ തന്നെയാണ് തോൽപ്പിച്ചത്. അതും ആദ്യ മത്സരത്തിൽ ലഭിച്ചതിനേക്കാൾ 3 ഇരട്ടിയോളം ഭൂരിപക്ഷത്തിലായിരുന്നു വിജയം. ജനങ്ങൾക്കിടയിൽ നിന്ന് പ്രവർത്തിക്കുന്നയാൾ, ആർക്കും എപ്പോഴും സമീപിക്കാവുന്നയാൾ എന്നിങ്ങനെ നിരവധി വിശേഷണങ്ങൾക്ക് ഉടമയാണ് കേളുവേട്ടൻ. 1970 ഓലഞ്ചേരി രാമൻ അമ്മു ദമ്പതികളുടെ മകനായി കാട്ടിക്കുളം മുള്ളൻകൊല്ലിയിലാണ് OR കേളുവിൻ്റെ ജനനം. അദ്ദേഹത്തിൻ്റെ വിദ്യാഭ്യാസം കാട്ടിക്കുളം ഗവൺമെൻറ് ഹൈസ്കൂളിലായിരുന്നു. പഠനകാലത്ത് തന്നെ അവധി ദിവസങ്ങളിൽ മാനന്തവാടി പഴശ്ശി പാർക്കിലെ നിർമ്മാണ തൊഴിലാളിയായി ജോലി ചെയ്തിട്ടുണ്ട്. 1985 മുതൽ പനവല്ലിയിലെ സ്വകാര്യ തോട്ടങ്ങളിൽ കൂലിപ്പണിക്കാരനായി. പയ്യമ്പള്ളി മോടാമറ്റം എസ്റ്റേറ്റിലും മഴക്കൂപ്പിലും മാനന്തവാടി പഴശ്ശി പാർക്കിലും കൂലിത്തൊഴിലാളിയായി പണിയെടുത്തു. പിന്നീട് കുടകിലെ തോട്ടങ്ങളിലും ജോലി ചെയ്തു. 1999 മുതൽ തൃശ്ശിലേരി പവർലൂമിലെ ദിവസവേതനക്കാരനുമായിരുന്നു. രാഷ്ട്രീയത്തിൽ സജീവമായപ്പോഴും കർഷകനായി അദ്ദേഹം തുടർന്നു. 2005 ആദ്യമായി പഞ്ചായത്ത് പ്രസിഡന്റായത്. 2010 വീണ്ടും പഞ്ചായത്ത് പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടു. പഞ്ചായത്ത് പ്രസിഡന്റായിരുന്നപ്പോൾ ആദിവാസി വിദ്യാർത്ഥികളുടെ കൊഴിഞ്ഞുപോക്ക് തടയുന്നതിനും പഠന നിലവാരം ഉയർത്തുന്നതിനും ആരംഭിച്ച പഠന വീട് എന്ന പദ്ധതി ഏറെ ശ്രദ്ധിക്കപ്പെട്ടു. MLA ആയിരിക്കെ വിദ്യാഭ്യാസ മുന്നേറ്റം ലക്ഷ്യമാക്കി ഉജ്ജ്വലം സമഗ്ര വിദ്യാഭ്യാസ പരിപാടി നടപ്പാക്കി. തിരുനെല്ലി മേഖലയിൽ സമഗ്ര ശിക്ഷ കേരള നടപ്പാക്കിയ സേവാസ് പദ്ധതിയും ഏറെ വിജയം കണ്ടു. ജില്ലയിലെ ഏക സേവാസ് ഗ്രാമപഞ്ചായത്തായി തെരഞ്ഞെടുത്തത് തിരുനെല്ലിയാണ്. പാർട്ടിയുടെ ആദിവാസി വിഭാഗം പോഷക സംഘടനയായ ആദിവാസി ക്ഷേമ സമിതിയുടെ സംസ്ഥാന പ്രസിഡന്റായ കേളു നിലവിൽ CPM സംസ്ഥാന സമിതി അംഗം കൂടിയാണ്. പട്ടികജാതി പട്ടികവർഗ പിന്നോക്ക ക്ഷേമം സംബന്ധിച്ച നിയമസഭാ സമിതിയുടെ ചെയർമാനും കേരള വെറ്റിനറി ആൻഡ് ആനിമൽ സയൻസ് യൂണിവേഴ്സിറ്റിയുടെ ബോർഡ് ഓഫ് മാനേജ്മെന്റ് അംഗവുമാണ്.